അറിയാലോ, ഞാൻ കഴിഞ്ഞ മാസം 26-ാം തീയതി കുവൈറ്റിൽ പോയതാണ്. അവിടെ ഒരു പ്രഭാഷണം, അൽഹംദുലില്ലാ, ഞാനവിടെ KMCC സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ട് ഞായറാഴ്ച വെളുപ്പിന് വരാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ശനിയാഴ്ച യുദ്ധം തുടങ്ങിയത്. എൻ്റെ പ്രിയപ്പെട്ടവർ, വലിയ പിന്നെ നമുക്കറിയാം അങ്ങോട്ട് നടന്ന സംഭവങ്ങൾ, ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്താണെന്ന്. നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നതിനപ്പുറം ചില സത്യങ്ങളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട അള്ളാഹു ലോകത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു 10 മിനിറ്റ് പോലും അടങ്ങിയിരിക്കാത്ത ഞാൻ 10 ദിവസം ഒരു റൂമിൻ്റെ അകത്ത് കിടന്ന് ഇങ്ങനെ കറങ്ങുകയാണ്. ഇങ്ങനെ കറങ്ങി, കാരണം നല്ല ടെൻഷൻ ഉണ്ടെങ്കിലും ആ ടെൻഷൻ്റെ ഇടയിൽ കുവൈറ്റിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വളരെ സ്നേഹത്തോടെ, അൽഹംദുലില്ലാ, എനിക്കൊരു പ്രയാസം, ഉസ്താദിനൊരു സങ്കടം വരരുത് എന്ന് കരുതിയിട്ട് രാവും പകലും വേണ്ടി എനിക്ക് വേണ്ടി ചെലവഴിച്ച ഒരുപാട് സഹോദരങ്ങളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും നാട്ടിൽ വരണം, ഈ ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് ഏകദേശം ഉംറ വിസയെടുത്ത് കുവൈറ്റിൽ നിന്ന് വണ്ടി മാർഗം, എനിക്കാണെങ്കിൽ യാത്ര ചെയ്യാൻ കഴിയില്ല, കാലിൻ്റെ നീര് ഇതുവരെ മാറിയിട്ടില്ല. അവിടെ നിന്ന് മണിക്കൂറുകൾ യാത്ര ചെയ്ത് റിയാദിൽ വന്നു. റിയാദിൽ നിന്ന് പിന്നെ ജിദ്ദയിൽ പോയി. ജിദ്ദയിൽ ചെന്നപ്പോഴാണ് മഷറ കാണുന്നത്. സുബ്ഹാനല്ലാഹ്, റഹ്മാനായ അള്ളാഹുവേ, എത്രയോ പേരുടെ സങ്കടങ്ങൾ അള്ളാഹു സമാധാനം കൊടുക്കുമാറാകട്ടെ. എത്രയോ പേര് നാട്ടിലേക്ക് വരാൻ കഴിയാതെ, ഫ്ലൈറ്റ് മിസ്സായവർ, ക്യാൻസലായവർ, ഭക്ഷണം പോലും ഇല്ലാതെ എയർപോർട്ടിലൂടെ നടക്കുന്നതൊക്കെ കണ്ടു. ഒരുപാട് പേര് അവരെ സഹായിക്കുന്നവരുണ്ട്. കഴിവിൻ്റെ പരമാവധി ഗവൺമെൻറ്റുകൾ എന്തെല്ലാം ചെയ്തു കൊടുക്കാൻ കഴിയുമോ അതൊക്കെ പ്രവാസികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാ, ഞാൻ ആ ലഗേജ് പോലും കിട്ടിയില്ല. അതാ, എനിക്ക് ലഗേജ് പോലും വന്നിട്ടില്ല. ഇനി അത് ഏതെങ്കിലും ഫ്ലൈറ്റിൽ വരത്തേ ഉള്ളൂ. ഉണ്ടായിരുന്ന ഡ്രസ്സും എടുത്തോട്ട് ഞാൻ വന്നു. അൽഹംദുലില്ലാ, വീട്ടിലേക്ക് പോലും പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദുആ അള്ളാഹു ഒരിക്കലും തട്ടില്ല എന്ന് എനിക്കറിയാം. കാരണം യാത്രക്കാരൻ്റെ ദുആയ്ക്ക് ഇജാബത്തുണ്ട്. അള്ളാഹു നമ്മുടെ ദുആയ്ക്ക് ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സത്യം പറഞ്ഞാൽ അൽഹംദുലില്ലാ, എനിക്കൊരു പഠിക്കാൻ പറ്റുന്ന ഒരു സമയമായിരുന്നു ഈ 11 ദിവസം. 10 ദിവസത്തോളം എനിക്ക് പഠിക്കാൻ റെസ്റ്റില്ലാതെ നടന്നിരുന്ന എനിക്ക് 10 ദിവസം നല്ല റെസ്റ്റ് കിട്ടി. ഒന്ന്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, ഈ പ്രവാസികൾ ആരാണെന്ന് ഇനി ഞാൻ അവരെ കുറിച്ചൊന്നും പറയൂല. പ്രവാസികളെ കുറിച്ച് പഠിക്കാൻ കഴിഞ്ഞു, അവരുടെ ജീവിതത്തെക്കുറിച്ച് നല്ലതുപോലെ പഠിക്കാൻ. എത്ര പറഞ്ഞാലും നമ്മൾ ഈ സഹോദരിമാരൊക്കെ പഠിക്കണം ഭർത്താക്കന്മാരെ കുറിച്ച്. നിങ്ങൾക്കറിയില്ല, നിങ്ങളുടെ ഭർത്താക്കന്മാർ, നിങ്ങളുടെ മക്കളെ കുറിച്ച്, നിങ്ങളുടെ കൂടപ്പുറപ്പുകളെ കുറിച്ച് നിങ്ങൾ പഠിക്കാൻ തയ്യാറാകണം. പ്രവാസ ജീവിതം എന്താണെന്ന് അതറിഞ്ഞിരുന്നെങ്കിൽ കാസർഗോഡിൻ്റെ പരിസരത്തുള്ള എൻ്റെ സഹോദരിമാരൊക്കെ അള്ളാനെ തലകുത്തി കിടന്ന് സുജൂദ് നന്ദി രേഖപ്പെടുത്തിയനെ. ആ പാവപ്പെട്ടവരുടെ ജീവിതം എന്താണെന്ന് അവർക്ക് നേരം വെളുത്തു കഴിഞ്ഞാൽ, കാസർഗോഡുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരിക്ക് നേരം വെളുത്തു കഴിഞ്ഞാൽ റമദാനിൻ്റെ 1 മുതൽ 10 വരെ ചിന്തിക്കുമ്പോൾ നമ്മളിങ്ങനെ പർച്ചേസ് നടക്കുക, ഓരോ കടകൾ കയറി ഇറങ്ങി ഇങ്ങനെ നടക്കാം. അപ്പം നമ്മുടെ ചിന്ത ഇതാ, റമദാനിൽ ഇങ്ങനെ കയറി ഇറങ്ങി പെരുന്നാളിൻ്റെ വസ്ത്രം വാങ്ങാനും, നമ്മൾ അതൊക്കെ ഒരു വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ പുറത്തിറങ്ങി ഇഫ്താറും സംഗമങ്ങളും ഇങ്ങനെ പരിപാടികളൊക്കെ നടത്തുമ്പോൾ പ്രിയപ്പെട്ട ഭർത്താവ് പ്രവാസ ലോകത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന ആ പാവപ്പെട്ടവൻ്റെ സങ്കടം എനിക്കൊന്ന് എൻ്റെ സഹോദരിമാരോട് പറയാനുള്ളൂ. എൻ്റെ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, നിന്റെ ഭർത്താവിൻ്റെ രക്തം വിയർപ്പാക്കി ആ പാവപ്പെട്ടവൻ്റെ രക്തത്തിൽ, ആ രക്തം വിയർപ്പാക്കി അധ്വാനിക്കുന്ന ആ ഓരോ രൂപയും അതിൻ്റെ വില നിങ്ങൾക്കറിയണം, നിങ്ങൾ മനസ്സിലാക്കണം. അത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്കറിയില്ല. അവരുടെ ജീവിതം, അവരുടെ ആയുസ് 40 കൊല്ലം, 45 കൊല്ലം. ഞാൻ ഈ അടുത്ത് നോമ്പ് തുറക്കാൻ എടുത്തു പോകുമ്പോൾ ഒരു സഹോദരൻ പറഞ്ഞു 45 വർഷം. എനിക്ക് അദ്ദേഹത്തെ കണ്ടിട്ട് സങ്കടം തോന്നി. 45 വർഷമായി പ്രവാസ ജീവിതം നയിക്കുന്ന ആ മനുഷ്യനെ ഓർത്തപ്പോൾ വലിയ സങ്കടം തോന്നി. ഞാൻ അദ്ദേഹത്തിന്റെ ചുമലിൽ കൈയിട്ടിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നാര കാക്ക, നല്ലതുപോലെ നിങ്ങൾ ഭക്ഷണം കഴിക്കണം. ഞാൻ പറഞ്ഞു, 45 വർഷം നിങ്ങൾ ഇവിടെ ജീവിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കണം. ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ജീവിച്ചു തീർക്കാനുള്ളതല്ല ആയുസ്. നിങ്ങൾ നല്ലതുപോലെ ഭക്ഷണം കഴിക്കണം, നിങ്ങൾ സന്തോഷത്തോടെ നടക്കണം. ഞാൻ അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞു അദ്ദേഹത്തിന്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, നിങ്ങളുടെ ഭർത്താക്കന്മാർ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കൂടപ്പുറപ്പുകൾ, അതുപോലെ തന്നെ അൽഹംദുലില്ലാ, ഏത് സംഘടനാ പ്രവർത്തനമാകട്ടെ, ഏത് കാരുണ്യ പ്രവർത്തനമാകട്ടെ, പള്ളിയാകട്ടെ, മദ്രസകളാകട്ടെ, യതീംഖാനകളാകട്ടെ, പാവങ്ങളാകട്ടെ, നാട്ടിലെ ഏത് കാര്യമാകട്ടെ, എന്തിനു ചോദിക്കുമ്പോഴും പ്രവാസികൾ നമുക്ക് തന്ന് സഹായിക്കുന്നവരാ. അവർക്ക് വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അവർക്കൊക്കെ അള്ളാഹു ജിഹാദിന്റെ കൂലി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമായ റമദാനിന്റെ 2ാമത്തെ 10ന്റെ ഓരോ നിമിഷങ്ങളും വിലയുള്ള സമയങ്ങളാണ്. ആ ഓരോ മിനിറ്റുകളുടെയും വില നമ്മൾ മനസ്സിലാക്കണം.
എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ജീവിതത്തിലെ സമയത്തിന് വല്ലാത്ത വിലയുണ്ട്. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത അമൂല്യമായ ഒരു നിധിയാണ് സമയമെന്ന് പറയുന്നത്. അള്ളാഹു തന്നിരിക്കുന്ന ഈ ആയുസ്സിലെ ഓരോ സെക്കൻഡിനും വല്ലാത്ത വിലയാണ്. അത് ഇപ്പൊ നമുക്ക് മനസ്സിലാകില്ല. ഈ സമയത്തിന്റെ വില എനിക്കും നിങ്ങൾക്കും മനസ്സിലാകുന്ന ഒരു സമയമുണ്ട്. അന്ന് സെക്കൻഡുകളുടെ വില നമുക്കറിയാം. ഓരോ സെക്കൻഡിന്റെയും വില നമുക്ക് മനസ്സിലാകും. ഇന്നെങ്ങനെയെങ്കിലും പടച്ചവനെ നേരം വെളുത്തു വൈകുന്നേരമാകണം, നോമ്പ് മുറിക്കണം, ഓരോ ദിവസവും ഇങ്ങനെ തെള്ളി തെള്ളി നീക്കണം. പലർക്കും സമയം തന്നെ പോകുന്നില്ല. ഉറങ്ങുന്നവരുണ്ട്, മൊബൈലിൽ കളിക്കുന്നവരുണ്ട്, കറങ്ങി നടക്കുന്നവരുണ്ട്, കടത്തുണ്ണയിൽ പോയിരിക്കുന്നവരുണ്ട്. എല്ലാവർക്കും എങ്ങനെയെങ്കിലും ഒന്ന് സമയം കളഞ്ഞാ മതി. എന്നാൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഈ സമയത്തിന്റെ വില ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മളിൽ പലർക്കും തിരിയാറില്ല. ഈ സമയത്തിന്റെ വില മനസ്സിലാകുന്നത് എപ്പോഴെന്നറിയുമോ? ഖാബിദുൽ അർവാഹു മലക്ക് അസുറായിൽ എന്ന് പറയുന്ന മലക്കും തന്റെ അനുയായികളും ആകാശ ലോകത്ത് നിന്ന് എന്റെയും നിങ്ങളുടെയും മുമ്പിലേക്ക് കടന്നു വരുന്ന ഒരു സമയമുണ്ട്. ഫകശഫിനാ അൻക ഗിതാഅക ഫബസറുകൽ യൗമ ഹദീദ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുകയാണ്. ആകാശ ലോകത്ത് നിന്ന് 70 മുതൽ 70,000 വരുന്ന ഒരു സംഘവുമായി അസ്റായിൽ എന്ന് പറയുന്ന മലക്കിങ്ങനെ ഇറങ്ങി വരികയാണ്. എന്റെയും നിങ്ങളുടെയും മുമ്പിലേക്ക് കടന്നു വരികയാണ്. ആ കടന്നു വരുന്ന രംഗം കാണാത്ത ഒരു മനുഷ്യനുമില്ല. ലോകത്തുള്ളവര് മുഴുവനും ആ രംഗം കാണുന്നവരാ. അല്ലാഹു ഒന്ന് നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ച ശക്തി കൂട്ടിത്തരികയാണ്. നമ്മുടെ കണ്ണല്ലാഹു തുറന്നു തരികയാണ്. അതുവരെ കാണാത്ത പലതും കാണാനുള്ള പവർ നമുക്ക് ലഭിക്കുകയാണ്. ആ മലക്കുകൾ നമ്മുടെ കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് റൂഹ് പിടിക്കുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്ന അവസാന നിമിഷമുണ്ടല്ലോ. ആ അവസാന നിമിഷത്തില്, ആ സമയത്താണ് പടച്ചവനെ ഓരോ സെക്കൻഡിന്റെയും വില മനസ്സിലാകുന്നത്. ലൗലാ അഖർതനീ ഇലാ അജലിന ഖരീബ്. ആ സമയത്താണ് അവിടെ കിടന്ന് യാചിക്കുകയാണ്. ആ സമയത്ത് അവിടെ കിടന്ന് യാചിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരല്പനേരത്തിന് വേണ്ടി, ഒരു സെക്കൻഡിന് വേണ്ടി, ഒരല്പസമയത്തിന് വേണ്ടി മനുഷ്യന്മാര് മരണം കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ അവിടുന്ന് സമയത്തിന് വേണ്ടി യാചിക്കുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ചോദിച്ച് നാണം കടണ്ട, ചോദിച്ചിട്ട് നാണം കടണ്ട, നിന്യനാകണ്ട, നിസാരനാകണ്ട. ആരാ സമയത്ത് പടച്ചവനോട് ഒരു സെക്കൻഡ് ചോദിച്ചാലും അവിടെ ഒരിക്കലും അല്ലാഹു തരൂല. വലയ്യു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. പടച്ചവനെ ആ സമയത്ത് എത്ര കടന്നെയോ ചോദിച്ചാലും ഒരു നിമിഷം അല്ലാഹു നമുക്ക് തരൂല. മലക്കുകൾ പറയുന്നു, നിന്റെ റിസ്ക് തീർന്നോ, നിന്റെ ഭക്ഷണം തീർന്നോ, നിന്റെ വായു തീർന്നോ, അല്ലാഹു നിനക്ക് എഴുതി വച്ചിരിക്കുന്നതെല്ലാം തീർന്നിരിക്കുകയാ. അല്ലാഹു ഇനി നമുക്കൊരു നിമിഷം പോലും അവിടെ നിന്ന് തരില്ല എന്ന് ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമളാൻ മാസത്തിന്റെ 2ാമത്തെ 10 മഗ്ഫിറത്തിന്റെ ദിനങ്ങളിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോ അല്ലാഹു നമുക്ക് തന്നിരിക്കുന്ന സമയം തീരുകയാണ്. അല്ലാഹു നമുക്ക് തന്നിരിക്കുന്ന സമയം തീരുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, 240 മണിക്കൂർ പടച്ചവൻ നമുക്ക് തന്നടോ. ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന ഓരോ മനുഷ്യനും 240 മണിക്കൂർ പടച്ചവൻ തന്നിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, 14,400 മിനിറ്റുകള്, 14,400 മിനിറ്റുകള് അല്ലാഹു എനിക്ക് തന്നോ, ഇരിക്കുന്ന ഓരോ മനുഷ്യനും തന്നോ. ഈ 240 മണിക്കൂറുകൾ 14,400 മിനിറ്റുകളിൽ 1 മിനിറ്റ് മതി സഹോദരാ നിന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് മുഴുവനും. ഓർമ്മ വെച്ച കാലം മുതൽ ഈ നിമിഷം
ഡിസംബർ നിന്റെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും അറിഞ്ഞു ചെയ്തത്, അറിയാതെ ചെയ്തത്, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, പടച്ചവനെ ഞാനും നിങ്ങളും ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തു പോയ സർവ്വ അപരാധങ്ങളും അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞു പശ്ചാത്തപിച്ച് കഴുകിക്കളയാൻ 240 മണിക്കൂർ തന്നിട്ട് 14,400 മിനിറ്റുകൾ തന്നിട്ട് അതിലെ ഒരു മിനിറ്റ് മതി സഹോദരാ, അതിലെ ഒരു മിനിറ്റ് മതി നിന്റെ പാപം മുഴുവനും കഴുകിക്കളയാൻ. സമയം അവസാനിക്കുകയാണ്, 240 മണിക്കൂർ തീരാൻ പോവുകയാണ്. ഇനി നിന്റെ കണ്ണിന്റെ മുമ്പിൽ കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എന്ത് നേടി സഹോദരാ, എന്ത് നേടി സഹോദരാ? നിന്റെ പാപം കഴുകിക്കളയാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞോ? നിന്നോട് ലക്ഷങ്ങൾ ചെലവഴിച്ച് ഹജ്ജിന് പോകാൻ പറഞ്ഞില്ല, ഉംറയ്ക്ക് പോകാൻ പറഞ്ഞില്ല, തലകുത്തി നിൽക്കാൻ പറഞ്ഞില്ല, പള്ളി കെട്ടിക്കൊടുക്കാൻ പറഞ്ഞില്ല, വെയില് കൊള്ളാൻ പറഞ്ഞില്ല, ഉറക്കമൊഴിയാൻ പറഞ്ഞില്ല, കച്ചവടത്തിന് പോകണ്ട എന്ന് പറഞ്ഞില്ല, കുടുംബത്തിന്റെ കൂടെ ചിലവഴിക്കണ്ട എന്ന് പറഞ്ഞില്ല. 14,400 മിനിറ്റിൽ ഒരു മിനിറ്റ് മതി നിന്റെ പാപം പൊറുക്കാൻ, കഴുകിക്കളയാൻ അല്ലാഹു തന്ന ഓഫറിന്റെ സമയം തീരുകയാ. ചിന്തിക്കു മുസ്ലിമേ, പാപങ്ങൾ കഴുകിക്കളയാൻ പറ്റിയോ? ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും കഴുകാൻ പറ്റിയോ? എല്ലാവരും തെറ്റു ചെയ്യുന്നവരാ. കുല്ലു ബനി ആദമ ഖത്താഉൻ വ ഖൈറുൽ ഖത്താഈന അത്തവാബൂൻ. ആദമിന്റെ മക്കള് മുഴുവനും തെറ്റു ചെയ്യുന്നവരാ. ചെയ്യാത്ത ആരുമില്ലടോ, പാപം ചെയ്യാത്ത ആരുമില്ല, എല്ലാവരും തെറ്റു ചെയ്യുന്നവരാണ്. ആ തെറ്റു ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവനാരെന്നറിയോ? ആ ചെയ്തത് പടച്ചവന്റെ മുമ്പിൽ ഏറ്റു പറയുന്നവനാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു തന്ന ഓഫർ തീരുകയാ. 240 മണിക്കൂർ പടച്ചവൻ തന്നു. ആ 14,400 മിനിറ്റുകൾ തന്നു. ആ 14,400 മിനിറ്റിൽ ഒരു മിനിറ്റ് മതി ജീവിതത്തിൽ ചെയ്തത് മുഴുവനും കഴുകി തീർക്കാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇന്ന് മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതോടുകൂടി ആ സമയം കഴിഞ്ഞു. ഇന്ന് മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതോടുകൂടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു തന്ന സമയം കഴിഞ്ഞു. എന്ത് നേടി എന്ന് ഈ നട്ടുച്ച സമയത്തിരുന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എത്ര മിനിറ്റ് മതി? എത്ര മിനിറ്റ് മതി? ഒരൊറ്റ മിനിറ്റ്. നിന്റെ ജീവിതത്തിൽ 38 കൊല്ലം എൻ്റെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാപങ്ങളും കഴുകി കളയാൻ ഒരൊറ്റ മിനിറ്റ് മതി. എന്നിട്ട് എനിക്ക് അള്ളാഹു എന്നോട് പറയുന്നു, സുറാജ് നിനക്കിപ്പോ ഓഫറിന്റെ സമയമാടാ, നിനക്ക് ഓഫറിന്റെ സമയമാ. എന്റെ പ്രിയപ്പെട്ടവരെ, റമളാൻ മാസം വരുമ്പോ ഗൾഫിലൊക്കെ ജയിലിൽ കിടക്കുന്നവരെ പുറത്തുവിടുന്നത് പോലെ അള്ളാഹു എനിക്കൊരു 10 ദിവസം തന്നിട്ട് പറഞ്ഞു, സിറാജ് ഈ 10 ദിവസത്തിൽ ഒരു മിനിറ്റ് മതിയടാ നിന്റെ ജീവിതത്തിൽ ചെയ്തത് മുഴുവനും കഴുകിക്കളയാൻ. കിട്ടുന്ന അവസരമാണ് നീ ഉപയോഗപ്പെടുത്ത്. ഞാൻ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ എന്നെക്കാരും വലിയ നഷ്ടവാളി ആരാ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എല്ലാവരും ഒന്ന് ചിന്തിക്കണം. ആ ഒരു മിനിറ്റ് പ്രയോജനമുള്ളതാക്കാൻ, ആ ഒരു മിനിറ്റ് പ്രയോജനമുള്ള ഒരു മിനിറ്റാക്കി മാറ്റാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി അവസാന മിനിറ്റുകൾ, ഇനി അങ്ങോട്ടുള്ള അസർ മഗ്രിബ് വരെ ആ ഉള്ള മണിക്കൂറുകൾ ജീവിതത്തിൽ വിലപ്പെട്ടതാ. ആ ജീവിതത്തിൽ വിലപ്പെട്ട സമയം പാഴാക്കി കളയാതെ ഒരു മിനിറ്റെങ്കിലും അൽഹംദുലില്ലാഹ് പ്രയോജനമുള്ളതാക്കണം. അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറയാറ് അല്ലാഹു നമുക്കൊരവസരം തന്നിരിക്കുകയാണ്. കാസർഗോഡ് ചെറുക്കളയുടെ പരിസരങ്ങളിൽ ഒരുപാട് മുസ്ലിമീങ്ങളുണ്ടോ. ആ മുസ്ലിമീങ്ങളിൽ അല്ലാഹു തെരഞ്ഞെടുത്ത വിവിഐപികളാ. ഈ വഅദ് കേൾക്കാമെന്നിരിക്കുന്ന നമ്മൾ സാധാരണ ആൾക്കാരല്ല, നമ്മൾ വിവിഐപികളാണ്. അല്ലാഹു നമുക്കൊരവസരം തന്നിരിക്കുകയാണ്. പാപങ്ങൾ കഴുകിക്കളയാറ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു ഇഷ്ടപ്പെട്ട ദുനിയാവിലെ സ്വർഗത്തിലിരിക്കാൻ അല്ലാഹു നമ്മളെ തെരഞ്ഞെടുത്തടോ. ഈ മജ്ലിസിന്റെ മഹത്വം എന്താണെന്നറിയോ? ഈ മജ്ലിസിന്റെ ശ്രേഷ്ഠത നമ്മളിൽ പലർക്കും അറിയില്ല. പെങ്ങളെ, എന്താണ് ഈ മജ്ലിസിന്റെ ശ്രേഷ്ഠത എന്നറിയുമോ? മഹാനായ
ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ. അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് അതാ മലക്കവിടന്ന് കടന്നു വരികയാണ്. മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അസർ നമസ്കാരത്തിന് പള്ളിയിലിരിക്കുന്ന നബി തങ്ങളുടെ ചാരത്തേക്ക് മലക്ക് കടന്നു വരികയാണ്. എന്നിട്ട് പറഞ്ഞു, നബിയേ, ആയിരിക്കുന്ന ചെറുപ്പക്കാരൻ മഗ്രിബിന് മുമ്പ് മരണപ്പെടും നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ അസറിന്റെ തൊട്ട് മുമ്പ് പള്ളിയിലിരിക്കുന്ന നബി തങ്ങളുടെ ചാരത്ത് വന്നിട്ട് അതാ അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആയിരിക്കുന്ന ചെറുപ്പക്കാരൻ മഗ്രിബിന് മുമ്പ് മരണപ്പെടും നബിയേ, മഗ്രിബിന് മുമ്പ് മരണപ്പെടും നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അതാ പറയുന്നു, യാ റസൂലല്ലാഹ്, അവനോടൊന്ന് പറയണം നബിയേ, ആ കാര്യം ആ ചെറുപ്പക്കാരനോട് പറയണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിച്ചു, പറയണോ ജിബ്രീലേ, പറയണോ ജിബ്രീലേ? പടച്ചവനെ വല്ലാത്ത സങ്കടമാകുമല്ലോ. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ആ ചെറുപ്പക്കാരനോട് പറയണമെന്ന്. അങ്ങനെ അസ്റിന്റെ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് അതാ ജിബ്രീൽ വന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അതാ പടച്ചവനെ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ള ആ ചെറുപ്പക്കാരൻ നബി തങ്ങൾ അടുത്തേക്ക് വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അടുത്തേക്ക് വിളിച്ച് വിശേഷങ്ങൾ അന്വേഷിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, മോനെ, ഇനി നിന്റെ ജീവിതത്തിൽ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അടുത്ത ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നീ മരണപ്പെടും. അല്ലാഹുവിന്റെ റസൂലാണ് പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ ആ ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇനി ജീവിതത്തിൽ ആകെ ബാക്കിയുള്ളത് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഞാൻ എന്ത് നന്മയാണ് ചെയ്യേണ്ടത്? ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ പറഞ്ഞു താ നബിയേ, ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ പറഞ്ഞു തരാറ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് കേവലം മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ള ആ ചെറുപ്പക്കാരൻ മുത്തുനബിയോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുത്ത മറുപടി സദഖ കൊടുക്കാനല്ല, പടച്ചവനെ ഖുർആൻ ഓതാനല്ല, നിസ്കരിക്കാനല്ല, അല്ലാഹുവേ തഥാ പൊരുത്തം ചോദിക്കാനല്ല, ഭാര്യ മക്കളോടൊപ്പം ചെലവഴിക്കാനല്ല. ആ ചെറുപ്പക്കാരനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുത്തത് രണ്ട് കാര്യമാ. നബി തങ്ങൾ അവിടെന്ന് പറഞ്ഞു, മോനെ, ഇൽമു പറയുന്ന മജ്ലിസിൽ പോയിരിക്കു. കയ്യിലെണ്ണാവുന്ന സ്വഹാബത്ത് പള്ളിക്കകത്തിരുന്ന് ഖുർആൻ പഠിക്കുകയാ, അവർ ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുകയാ. നബി തങ്ങൾ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, ഇൽമു പറയുന്ന മജ്ലിസിൽ പോയിരിക്കാറ് അതാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന നന്മയതാ. അവിടെ പോയിരുന്ന രണ്ട് പ്രതിഫലം, പെങ്ങളെ, വഅദ് കേൾക്കുന്ന മജ്ലിസിൽ വന്നിരുന്നാൽ, ഇൽമു പറയുന്ന മജ്ലിസിൽ വന്നിരുന്നാൽ അല്ലാഹു തരുന്ന രണ്ട് പ്രതിഫലം എന്തെന്നറിയോ? ആ ചെറുപ്പക്കാരനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന നന്മ ഇൽമു പഠിക്കലാ. ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന നന്മ അത് ഇൽമു പറയുന്ന മജ്ലിസിലിരിക്കലാണ്, അത് നന്മ പഠിക്കലാണ്, നല്ലവരുടെ കൂടെ ചിലവഴിക്കലാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഇൽമു പറയുന്ന മജ്ലിസിൽ പോയിരിക്കാൻ അവിടെ ആള് കൂടണമെന്നില്ല. ആ ചെറുപ്പക്കാരൻ കടന്നു ചെല്ലുമ്പോൾ 10,000-കണക്കിന് വരുന്ന ജനങ്ങളില്ല. പടച്ചവരെ, കയ്യിലെണ്ണാവുന്ന സ്വഹാബത്ത് അതാ പള്ളിക്കകത്തിരുന്ന് ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുകയാ. അവരിൽമ പരസ്പരം ചർച്ച ചെയ്യുകയാണ്. ആ ചെറുപ്പക്കാരൻ അവിടെയാണ് പോയിരുന്നത്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ ഒന്നാമത് പറഞ്ഞത് ഏറ്റവും വലിയ നന്മയാണ്, ഏറ്റവും പ്രതിഫലം കിട്ടുന്ന നന്മയാണ്. രണ്ട്, ആയിരിക്കുന്ന സമയം മുഴുവനും അല്ലാഹുവിന്റെ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. പെങ്ങളെ, ഈ നട്ടുച്ച സമയത്ത് വെയിൽ കൊള്ളുകയാണ്, സീറ്റിന്റെ അടിയിൽ ഇരുന്നിട്ട് വല്ലാതെ പ്രയാസം
പ്രയാസപ്പെടുമ്പോ ഇട്ടിരിക്കുന്ന ഫർദയുടെ ഉള്ളിലൂടെ വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ ഒഴുകുമ്പോ നിനക്കറിയാനിട്ടാ പെങ്ങള് കണ്ണു തുറന്നു നോക്ക്, കണ്ണു തുറന്നതിന്റെ ചുറ്റുഭാഗമൊന്ന് നോക്ക്. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് പടച്ചവനെ ഈ ഓഡിറ്റോറിയത്തിന്റെ ചുറ്റുഭാഗം മുഴുവനും ഈ ഫ്രീ ആയി കൊടുത്ത സഹോദരന് കിട്ടുന്ന പ്രതിഫലം ചിന്തിക്കടോ. ആ മനുഷ്യന്റെ സമ്പാദ്യം അൽഹംദുലില്ലാഹ് ഈ ബിൽഡിംഗ് പണിതതിൽ ആ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മയാടോ. അദ്ദേഹത്തിന്റെ ജീവിതത്തില് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്തെന്നറിയുമോ? ഇന്ന് ഈ ഓഡിറ്റോറിയം മുഴുവനും റഹ്മത്തിന്റെ മലക്കുകളെ വലയം ചെയ്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ലക്ഷക്കണക്കിന് മലക്കുകള് ഈ കാണുന്ന മജ്ലിസിന്റെ ചുറ്റുഭാഗം മുഴുവനും വലയം ചെയ്തിട്ട് അവര് നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങാൻ, അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ, അല്ലാഹുവിന്റെ പാപമോചനം നമുക്ക് ലഭിക്കാൻ ആ മലക്കുകൾ ഈ കാണുന്ന മജ്ലിസ് മുഴുവനും വലയം ചെയ്ത് ദുആ ചെയ്യുകയാ. അതുകൊണ്ട് ജീവിതത്തിൽ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ള ചെറുപ്പക്കാരനോട് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, മോനെ ഇൽമു പറയുന്ന മജ്ലിസിൽ പോയിരിക്ക്, അതാണ് ഏറ്റവും പ്രതിഫലം കിട്ടുന്ന നന്മ. 2 ആയിരിക്കുന്ന സമയം മുഴുവനും അല്ലാഹു നിന്റെ പാപം പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന 2 പ്രതിഫലം ഈ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും അല്ലാഹു തരുന്ന 2 പ്രതിഫലം. ഒന്ന്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ, ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന നന്മ, അത് ഇൽമു പറയുന്ന മജ്ലിസിൽ ഇരിക്കല. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. 2, ഈ ഇരിക്കുന്ന ഓരോ സെക്കൻഡും നമുക്ക് നഷ്ടമാകില്ല. നമ്മുടെ ജീവിതത്തിലെ ഓരോ പാപങ്ങൾ ഇങ്ങനെ പൊറുക്കുകയാ. നമുക്ക് വേണ്ടി ലക്ഷക്കണക്കിന് മലക്കുകൾ അള്ളാഹിനോട് ദുആ ചെയ്യുന്നുണ്ട്. അത് മതി നമുക്ക് രക്ഷപ്പെടാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇന്നിവിടെ നിന്ന് പിരിയുമ്പോൾ ഈ 1 മിനിറ്റെങ്കിലും അൽഹംദുലില്ലാഹ് നമ്മുടെ പാപം കഴുകിക്കളയുന്നതിന് വേണ്ടി മാറ്റിവെച്ച് ഇവിടെ നിന്ന് പ്രയോജനമുള്ള ഹജ്ജ് കഴിഞ്ഞു പോകുന്ന ഹാജിയെ പോലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയം കഴിഞ്ഞു, അവസാന സമയമാ, അവസാന സമയമാ. ഇനി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യണം. ഇനി എളുപ്പ വഴികളുടെ, കുറുക്കു വഴിയുടെ സമയം ഇനിയുള്ളൂ. ഇനി സമയമില്ല. ഇനി ളുഹറിന്റെ ബാങ്ക് വിളിച്ചു. ഇനി മണിക്കൂറുകൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ഈ മണിക്കൂറുകൾക്കിടയിൽ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ പാപം പൊറുക്കണം. അതിനുള്ള വഴി എന്താ? സമയമില്ല. കൂടുതൽ സമയമുണ്ടെങ്കിൽ സമയമെടുത്ത് ആലോചിച്ച് ചെയ്യാം. ഇനി സമയമില്ല, ഇനി കുറുക്കു വഴിയേ ഉള്ളൂ. നല്ല ബ്ലോക്കാണ്. ഇനി ഇടവഴി വല്ലതും കയറി, ഏതെങ്കിലും ഇടവഴിയിലൂടെ കയറി അൽഹംദുലില്ലാഹ് നമുക്ക് ആ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോകണം. അതുകൊണ്ട് ഇനി നമുക്ക് ഇടവഴിയുടെ സമയമേ ഉള്ളൂ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് പാപം പൊറുക്കാനുള്ള എളുപ്പ വഴി നിബിധങ്ങൾ പഠിപ്പിക്കുന്നു. ആ എളുപ്പ വഴിയിലൂടെ ഒന്ന് കയറി പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ നമ്മുടെ പാപം പൊറുക്കാനുള്ള എളുപ്പ വഴികൾ എന്താ? നമ്മുടെ പാപം പൊറുക്കാനുള്ള എളുപ്പ വഴി എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ എളുപ്പ വഴിയിലൂടെ കടന്നു പോകാം. എല്ലാവരും ചോദിക്കും, ഉസ്താദേ ഞാനിതിന് വലിയ പാപങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ. നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ടോ? പടച്ചവനെ, ഞാൻ കള്ളു കുടിച്ചിട്ടില്ല, ഞാൻ വ്യഭിചരിച്ചിട്ടില്ല, ഞാൻ പലിശ തിന്നിട്ടില്ല, ഞാൻ ശിർക്ക് ചെയ്തിട്ടില്ല. നമ്മുടെ മനസ്സിന്റെ ഒരു ചിന്ത ഇതാണ്, പടച്ചവനെ ഞാൻ വൻപാപങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ. 7 വൻപാപങ്ങൾ നിബിധങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ 7 വൻപാപങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് പടച്ചവനെ, നമ്മളിൽ പലരും ഇങ്ങനെ ചിരിച്ചും കളിച്ചും കൊണ്ട് നടക്കുകയാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? നബി തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. ഞാനും നിങ്ങളും മനസ്സിൽ കൊണ്ട് നടക്കേണ്ട ഒരു കാര്യമാണ്, ഉസ്താദേ ഞാൻ വൻപാപങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ, ഞാൻ വലിയ പാപങ്ങൾ ചെയ്യുന്നില്ലല്ലോ എന്ന് കരുതിയിട്ട് നടക്കുന്ന മനുഷ്യ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബ നിങ്ങൾ ചെറിയ പാപങ്ങളെ വല്ലാതെ സൂക്ഷിക്കണേ സഹാബ.
നമ്മൾ വൻപാപങ്ങൾ ചെയ്യുന്നവരല്ല. കള്ളു കുടിച്ചിട്ടുണ്ടാകില്ല, വ്യഭിചരിച്ചിട്ടുണ്ടാകില്ല, പലിശ തിന്നിട്ടില്ല, ശിർക്ക് ചെയ്തിട്ടില്ല, യതീമിന്റെ സ്വത്ത് പിടിച്ചു പറ്റിയിട്ടില്ല. പടച്ചവനെ, നമ്മൾ വൻപാപങ്ങൾ ചെയ്യാറില്ല. പക്ഷേ ചെറിയ ചെറിയ പാപങ്ങളുണ്ടല്ലോ, ചെറിയ ചെറിയ പാപങ്ങളുണ്ടല്ലോ, നമ്മുടെ മനസ്സിലത് പാപമാണെന്ന് പോലും തോന്നുന്നില്ലടോ. നമ്മൾ പാപമായിട്ടത് അംഗീകരിക്കുന്നില്ല. അത് ചെറുതല്ലേ, അത് ചെറുതല്ലേ, നമ്മളതിനെ ചെറുതായി കാണുകയാണ്. കള്ളു കുടിക്കുന്നത് മാത്രമേ പാപമുള്ളൂ, വ്യഭിചരിക്കുന്നത് മാത്രമേ പാപമുള്ളൂ, പലിശ തിന്നുന്നത് മാത്രമേ പാപമുള്ളൂ, ശിർക്ക് ചെയ്യുന്നത് മാത്രമേ പാപമുള്ളൂ. അതൊക്കെ പാപങ്ങളായി കാണുകയാണ്. എന്നിട്ട് ചെറുത് ചെറുത് നമ്മൾ ഇങ്ങനെ ചെയ്ത് ചെയ്ത് കൂട്ടുകയാണ്. നമുക്കതിന്റെ വിലയറിയാഞ്ഞിട്ടാ. വൻപാപങ്ങളെയല്ല സൂക്ഷിക്കേണ്ടത്, ചെറിയ പാപങ്ങളെ നിങ്ങൾ വല്ലാതെ സൂക്ഷിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ഉദാഹരണം സഹിതം നബി തങ്ങൾ പറയുകയാണ്. ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും യുദ്ധം കഴിഞ്ഞ് മരുഭൂമിയിലൂടെ നടന്നു വരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകം ചോദിച്ചു, സ്വഹാബാ, ഈ മരുഭൂമിയിൽ നിങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ സഹാബാ? ഇല്ല നബിയേ, ഇല്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സ്വഹാബത്തിനോട് പറയുകയാണ്, എല്ലാവരും നാലു ഭാഗത്തേക്ക് കടന്നു പോക. നിങ്ങളുടെ കയ്യിൽ എന്താണോ കിട്ടുന്നത്, അതൊരു കമ്പാണോ, കല്ലാണോ, എല്ലും കഷ്ടമാണോ, എന്താണോ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്, ഒന്നുമില്ല എന്ന് പറഞ്ഞ ഈ മരുഭൂമിയിൽ നിന്ന് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് എടുത്തുകൊണ്ടുവരാറ് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സ്വഹാബത്തിനെ പറഞ്ഞു വിടുകയാണ്. സ്വഹാബത്ത് നാനാഭാഗങ്ങളിലേക്ക് കടന്നുപോയി. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് അവരവരുടെ കയ്യിൽ കിട്ടുന്നത് എടുക്കുകയാണ്. കമ്പ് കിട്ടിയവരുണ്ട്, കല്ല് കിട്ടിയവരുണ്ട്, എല്ലാം കഷ്ടം കിട്ടിയവരുണ്ട്. അല്ലാഹുവേ, എന്താണോ കയ്യിൽ കിട്ടിയത് എല്ലാവരും എടുത്തുകൊണ്ട് വരികയാണ്. നബിതങ്ങൾ പറഞ്ഞു എന്റെ മുമ്പിലിടാൻ. എല്ലാവരും കയ്യിൽ കൊണ്ടുവന്നത് മുഴുവനും നബിതങ്ങളുടെ മുമ്പിലിടുകയാണ്. സുബ്ഹാനല്ലാഹ്. നബിതങ്ങൾ ചോദിച്ചു, സ്വഹാബാ, നിങ്ങൾ എന്തെങ്കിലും കാണുന്നോ സ്വഹാബാ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ കൂമ്പാരം പോലെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്, കൂമ്പാരം പോലെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. എന്നിട്ട് നബിതങ്ങളെ പറഞ്ഞു, സ്വഹാബാ, ചെറിയ പാപങ്ങൾ ഇതുപോലെയാ സ്വഹാബാ, ചെറിയ തെറ്റുകൾ ഇതുപോലെയാ സ്വഹാബാ. ആ ചിലതായി ചെയ്തു കൂട്ടിയ ചെറിയ ചെറിയ പാപമുണ്ടല്ലോ, അതെല്ലാം ഒരുമിച്ച് കൂട്ടിയാൽ വലിയ പാപങ്ങളെക്കാളും മുകളിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, ഇന്ന് നേരം വെളുത്തത് മുതൽ 11:30 വരെ സമയമായല്ലോ. ഒന്ന് കൂട്ടി നോക്കിയടോ. നമ്മൾ കള്ളു കുടിച്ചില്ല, നമ്മൾ വ്യഭിചരിച്ചില്ല, നമ്മൾ പലിശ തിന്നില്ല, നമ്മൾ ശിർക്ക് ചെയ്തില്ല, ആരുടെയും സമ്പാദ്യം യതീമിന്റെ സമ്പാദ്യം പിടിച്ചു പറ്റിയില്ല. പടച്ചവനെ, സ്വാലിഹത്തായ പെണ്ണിനെ കുറിച്ച് വ്യഭിചാര ആരോപണം നടത്തിയില്ല. നമ്മൾ വൻപാപങ്ങളൊന്നും ചെയ്തില്ല. എന്നാ കണക്ക് കൂട്ട്. കണ്ണുകൊണ്ട് കണ്ടത് പാപമാ, ചെവി കൊണ്ട് കേട്ടത് പാപമാ, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാ, കൈ കൊണ്ട് പിടിച്ചത് പാപമാ, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കാ. എന്തിന് ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലും പാപമാണ്. പക്ഷേ അംഗീകരിക്കുന്നില്ലടോ. ഇതൊക്കെ പാപമാണെന്ന് ഞാനും നിങ്ങളും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത്, സ്വഹാബാ, എന്റെ ഉമ്മത്തിനൊരു കാലഘട്ടം കടന്നു വരും സ്വഹാബാ, അവര് പാവങ്ങളെ നിസാരമായി കാണുകയാ, അവര് തെറ്റുകളെ നിസാരമായി കാണുകയാ. നബിതങ്ങൾ പറഞ്ഞു, അവര് തെറ്റുകളെ നിസാരമായി കാണും. അവരുടെ മൂക്കിന്റെ മുകളിൽ വന്നിരിക്കുന്ന ഈച്ചയ പായിച്ചകളെ എന്നതുപോലെ അവര് പാവങ്ങളെ നിസാരമായി കാണുമടോ, അവര് പാപങ്ങളെ നിസാരമായി കാണുമടോ. അതാ സ്വഹാബത്ത് പറയുകയാണ്, ഇന്ന് നമ്മൾ ചെയ്യുന്ന നിസാരമായി കാണുന്ന ചില പാപങ്ങളുണ്ട്
ഉണ്ടല്ലോ, അത് നബി തങ്ങളുടെ കാലഘട്ടത്തില് വലിയ പാപങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിരുന്നു എന്ന് സ്വഹാബത്ത് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നിസാരമായി കാണരുത്. തെറ്റു തെറ്റാണ്, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ. ഒരണുമണി തൂക്കം നന്മയാണോ, ഒരണുമണി തൂക്കം തിന്മയാണോ, അല്ലാഹു നാളെ നിന്നോട് വിചാരണ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ നമ്മൾ സൂക്ഷിക്കേണ്ടത് വലിയ പാവങ്ങളെയല്ല. ഒരു യഥാർത്ഥ മുസ്ലിമായ മനുഷ്യൻ കള്ളുകുടിക്കൂല, അയാൾ വിഭജിക്കൂല, അയാൾ വലിയ പാപങ്ങളൊന്നും ചെയ്യൂല. പക്ഷെ ചെറിയ പാവങ്ങൾ അതിങ്ങനെ കൂടും തോറും വലുതിനെക്കാളും വലുപ്പമുള്ളതാകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂക്ഷിക്കേണ്ടത് ആ ചെറിയ പാവങ്ങളെയാ. ആ ചെറിയ പാവം, ഞാൻ ഇന്നുവരെ കള്ളു കുടിച്ചിട്ടില്ല, അള്ളാഹു മരിക്കുന്ന കാലം വരെ അള്ളാഹു കുടിക്കാനുള്ള അവസരം ഉണ്ടാക്കല്ല പടച്ചവനെ, കാക്കണേ, അള്ള ദുആ ചെയ്യും. പക്ഷെ ഞാൻ എത്ര ചെറിയ പാപം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഓരോരുത്തരും ചെയ്ത ചെറിയ ചെറിയ പാപങ്ങൾ, ഒരു ഉദാഹരണം, ഒരൊറ്റ ഉദാഹരണം, പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്, ഒന്ന് എഴുന്നേക്കറോ, വയ്യ നോമ്പായതുകൊണ്ടാണോ? ഒന്ന് എഴുന്നേറ്റ്, ഒന്ന് സ്റ്റേജിലുള്ളവരാരും എഴുന്നേക്കണ്ട, പുറത്ത് എഴുന്നേറ്റോ. ആ ഇട്ടിരിക്കുന്ന വസ്ത്രം നെരിയാണിക്ക് താഴെയാണോ മുകളിലാണോ നോക്കിക്കേ, ഒന്ന് നോക്കിക്കേ. അത് നെരിയാണിക്ക് താഴെയാണോ മുകളിലാണോ? ഇത് തെറ്റാണോ? തെറ്റാണോ? നമ്മളത് തെറ്റായിട്ട് കാണുന്നില്ല. അത് പാപമായിട്ട് ഞാനും കാണുന്നില്ല, നിങ്ങളും കാണുന്നില്ല. ആ നെരിയാണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്നത് ചെറുതാണോ വലുതാണോ, അത് വലിയ തെറ്റായി നമ്മൾ കാണുന്നില്ല. എന്നാൽ ആ തെറ്റെന്താണെന്നറിയിരിക്കെ, അതേത് പാപമാണെന്നറിയോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സുബഹി നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് കടന്നു വരികയാ. അതാ ഉമർ തങ്ങൾ സുബഹി നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. സൂറത്തു ത്വാഹയാണ് പാരായണം ചെയ്യുന്നത്. സൂറത്തു ത്വാഹ ഓതിയിട്ട് ഇങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന മജൂസിയായ മനുഷ്യന് വിഷം കടർത്തിയ കടാരയുമായി പള്ളിക്കകത്ത് കയറി വരികയാണ്. അതാ സുബഹി നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഉമർ തങ്ങളുടെ ചാരത്തേക്ക് അവിടെ നിന്ന് കടന്നു വന്നിട്ട് ഇമാമത്തി നിൽക്കുന്ന ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക് അവിടെ നിന്ന് കത്തിയവിടന്ന് കുത്തിക്കേറ്റുകയാണ്. റബ്ബേ, ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക് കത്തിയവിടന്ന് കുത്തിക്കേറ്റി. പടച്ചവനെ, ഉമർ തങ്ങളുടെ അടിവയറ്റിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. അതാ ഇറങ്ങിപ്പോകുന്ന വഴിയിൽ 17ഓളം വരുന്ന സ്വഹാബത്തിനെ കുത്തി പരിക്കേൽപ്പിക്കുകയാ. അവിടെ അബൂ ലുഅ്ലുഅ ഇറങ്ങിപ്പോയി. പടച്ചവനെ, പഠിക്കേണ്ട ചില കാര്യമുണ്ട്. പള്ളിയിലെ ഇമാമ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പള്ളിയുടെ മിഹ്റാബിന്റെ അകത്ത് കയറിയിട്ട് ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കുത്തി മലർത്തിയിട്ട് ഉമർ തങ്ങളെ പിടഞ്ഞു വീഴുകയാണ്. ഉമർ തങ്ങളെ പിടഞ്ഞു വീഴുകയാ. സാധാരണ ആളല്ല, ഇസ്ലാമിന്റെ ഖലീഫയാണ്, രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. ആ ഭരണാധികാരി കുത്തുകൊണ്ടിട്ട് മരണവപ്രാളത്തിൽ കിടന്ന് പിടയുകയാണ്. ഉമർ തങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല, ഇമാമത്ത് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. ഉമർ തങ്ങൾ എന്ത് ചെയ്തെന്നറിയുമോ? അവിടെ പറഞ്ഞു സുബ്ഹാനല്ലാഹ്. ഉമർ തങ്ങൾ അവിടെ അനുവാദം കൊടുത്തു, എന്നെ കൊണ്ട് ഇമാമത്ത് നിൽക്കാൻ പറ്റുന്നില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന് പറയുന്ന സ്വഹാബിയാണെന്ന് തോന്നുന്നു. പുറകിൽ നിന്ന് മുമ്പിലേക്ക് കയറുകയാണ്, ഇമാമിന്റെ സ്ഥാനത്ത് കയറുകയാണ്. ഖാലിന്റെ ചുവട്ടിൽ കിടന്ന് ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ മരണവപ്രാളത്തിൽ കിടന്ന് പിടയുമ്പോ അതാ സ്വഹാബികൾ പലരും ഒന്നാമത്തെ സഫിൽ കുത്തുകൊണ്ട് പിടയുമ്പോ നമസ്കാരത്തിന് മുടക്കമില്ലടോ. എല്ലാവരും നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരാളും ഓടിയില്ല, ഒരാളും നിലവിളിച്ചില്ല. എന്തിനാ? സ്വന്തം മകൻ ഉമർ തങ്ങളുടെ മകനാ പള്ളിക്കകത്തുണ്ട്. വാപ്പ കുത്തുകൊണ്ട് മരണവപ്രാളത്തിൽ കിടക്കുമ്പോഴും നിസ്കരിക്കുകയാണ്. ചിന്തിക്കേണ്ടവർക്ക് അത് മതിയടോ. അവസാന നമസ്കാരം കഴിഞ്ഞോ. ഉമർ തങ്ങളെ പടച്ചവനെ, വായിലൂടെ വെള്ളമൊടിച്ചാൽ അത് അടിവയറ്റിലൂടെ പുറത്തേക്ക് രക്തത്തിൽ കലന്നു വരികയാണ്. മരണവപ്രാളത്തിൽ കിടക്കുന്ന ഉമർ തങ്ങളുടെ ചാരത്തേക്ക് സ്വഹാബികൾ കടന്നു വരികയാണ്.
വസിയത്തുകൾ ചോദിക്കുകയാണ്, ദുആ ചെയ്യാൻ പറയുകയാണ്. അങ്ങനെ എല്ലാവരും വന്ന് കണ്ടിങ്ങനെ മടങ്ങുമ്പോ അതാ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാ. ഉമർ തങ്ങളുടെ ചാരത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. യാ അമീറൽ മുഅ്മിനീൻ, ഉമർ തങ്ങളെ നിങ്ങളെത്ര ഭാഗ്യവാനാ ഉമർ തങ്ങള്, നിങ്ങളെത്ര വലിയ ഭാഗ്യവാനാണ്. മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഭരണാധികാരിയുടെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ചോദിക്കുന്നു, അമീറുൽ മുഅ്മിനീൻ ഉമർ തങ്ങളെ നിങ്ങളെത്ര വലിയ ഭാഗ്യവാനാ. നിങ്ങൾ ആരായിരുന്നെന്നറിയുമോ? ഖത്താബിന്റെ മകൻ ഉമറിന്റെ പഴയ കഥയങ്ങ് ഓർമ്മപ്പെടുത്തിയടോ. ഖത്താബിന്റെ മകൻ ഉമറിന്റെ പഴയ കഥയങ്ങ് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ റസൂലുള്ളാഹിനെ കൊല്ലാൻ പോയവനാ ഉമറേ, മുത്തുനബിയെ കൊല്ലാൻ പോയവനാ ഉമറേ. നിങ്ങൾ ഖുർആൻ കേട്ട് നന്നായില്ലേ? നിങ്ങൾക്ക് മുസ്ലിം ആകാൻ കഴിഞ്ഞില്ലേ? നബി തങ്ങൾ ഇഷ്ടപ്പെട്ട സ്വഹാബിയായില്ലേ? ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയായില്ലേ? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത പറഞ്ഞ സഹാബിയായില്ലേ? അല്ലാഹുവേ നിങ്ങൾ ഇസ്ലാമിന്റെ ഖലീഫയായില്ലേ? നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാ. ലോകത്തൊരാൾക്കും കിട്ടാത്ത ഒരു ഭാഗ്യം അല്ലാഹു നിങ്ങൾക്ക് നൽകിയില്ലേ? ലോകത്തല്ല ഒരാൾക്കും കൊടുക്കാത്ത ഒരു ഭാഗ്യം അല്ലാഹു നിങ്ങൾക്ക് തല്ലിയില്ലേ ഉമറേ? ഈ യുദ്ധം ഹറാമായ മദീനത്ത് കിടന്നിട്ട് ഷഹീദാകാൻ ഭാഗ്യം കിട്ടിയില്ലേ? ഇവിടെ കിടന്ന് ഷഹീദാകാൻ അല്ലാഹു നിങ്ങൾക്ക് ഭാഗ്യം നൽകിയില്ലേ? ഇതിനെക്കാളും നിങ്ങൾക്ക് എന്തേ വേണ്ടത്? കരഞ്ഞടാ ചെറുപ്പക്കാരാ. ഉമർ തങ്ങൾ വാവിട്ട് കരയുകയാണ്. ഉമർ തങ്ങൾ വാവിട്ട് കരയുകയാണ്. സങ്കടം കൊണ്ടല്ല, സന്തോഷം കൊണ്ട്. ആ ചെറുപ്പക്കാരനെല്ലാം ഒന്ന് ഓർമ്മപ്പെടുത്തിയപ്പോ ഉമർ തങ്ങൾ സന്തോഷം കൊണ്ട് കരയുകയാണ്. ഉമർ തങ്ങളുടെ മനസ്സ് വല്ലാതെ സന്തോഷം കൊണ്ടടോ. ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ മടങ്ങി പോവുകയാണ്. ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ മടങ്ങി പോകുമ്പോ ഉമർ തങ്ങൾ പതുക്കെ എഴുന്നേൽക്കുകയാണ്. ഉമർ തങ്ങൾ പതുക്കെ എഴുന്നേൽക്കുകയാണ്. സഹാബത്ത് സഹായിക്കുകയാണ്. അടിവയറ്റിലേക്ക് കൈ ഇങ്ങനെ വെച്ചിട്ട് അവിടെ നിന്ന് വിളിക്കുന്നു, യാ ബുനയ്യാ, ഏ പൊന്നുമോനെ, മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന വാർത്തകൾ പറഞ്ഞിട്ട് മടങ്ങി പോകുന്ന ചെറുപ്പക്കാരാ, ഒന്ന് നിൽക്കടാ മോനെ. എന്നിട്ട് ഉമർ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? ഈ ചെറുപ്പക്കാരാ, നിന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെ കിടക്കുന്നു. നിന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെ കിടക്കുന്നു മോനെ. അത് പടച്ചവൻ ഇഷ്ടമുള്ള കാര്യമല്ല, അത് അല്ലാഹുവിന് വല്ലാത്ത വെറുപ്പുള്ള കാര്യമാണ്. അല്ലാഹുവിന്റെ കോപമുണ്ടാകുന്ന പാപമാ, അല്ലാഹുവിന്റെ കോപം കിട്ടുന്ന പാപമാണ് നെരിയാണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്നത്. അത് അഹങ്കാരത്തിന്റെ അടയാളമാ, അത് അഹങ്കാരത്തിന്റെ അടയാളമാ. അഹങ്കാരികളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് എന്റെ മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്, നെരിയാണിക്ക് താഴെ വസ്ത്രമിട്ടുകൊണ്ട് നടക്കുന്നത് അല്ലാഹുവിന്റെ കോപം കിട്ടുന്ന പാപമാ മോനെ. ആ വസ്ത്രമൊന്ന് ഉയർത്തിയുടുക്കണേ എന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അത് ചെറിയ പാപമല്ല, അത് അല്ലാഹുവിന്റെ കോപം ലഭിക്കുന്ന പാപമാ. അഹങ്കാരത്തിന്റെ അടയാളമാണ് വസ്ത്രം വലിച്ചിഴച്ചുകൊണ്ട് നടക്കല്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ.